സോ ഗൈസ് നമ്മുടെ സെറീനയും ഡൊണാൾഡും പോവുകയാണ് പുതിയ വീട്ടിലോട്ട്. നമുക്ക് ടാറ്റ പറയാൻ പോവാം. ബംഗാളിയായിട്ട് വന്നതാണ്. അതെ, ബംഗാളിയായിട്ട് ഞാൻ. അങ്ങനെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഡോണ ചേട്ടനും സെറീന ചേച്ചിയും അക്കോമഡേഷൻ മാറി പോവുകയാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഇത്രയും വർഷം ഞാൻ കാനഡയിൽ ജീവിച്ചിട്ട് ഒരു കപ്പിൾസിൻ്റെ ഇടയിലും എനിക്ക് ഇത്രയധികം ഫ്രീഡമോ ഒരു കംഫർട്ട് ലെവലോ കിട്ടിയിട്ടില്ല. സോ ഇന്നലെ രാത്രി അവരുടെ അടുത്ത് പോയി പറ്റാവുന്ന രീതിയിൽ സഹായത്തിന് വരെ ഉപദ്രവിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. സോ അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വന്ന സമയത്ത് ഞാൻ അധികമൊന്നും മിണ്ടുന്നില്ലായിരുന്നു. പിന്നീട് ഗ്രാജുവലി ഒരു നല്ലൊരു ബന്ധമായിട്ട്, കാരണം എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഡോണേനെ ആയിരിക്കും വിളിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് എപ്പോൾ ക്രേവിങ്സ് ഉണ്ടെങ്കിലും ഞാൻ ചിലപ്പം റെസിപ്പീസോ അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമോ എന്ന് ഒരു എന്താ പറയുക, ഒരു മിനി വേർഷൻ തട്ടുകട ഫോമായിട്ടാണ് ഞാൻ സെറീന ചേച്ചിയെ കാണുന്നത്. ഈ പറയുന്ന സെറീന ചേച്ചി നമ്മുടെ വീട്ടിലെ പാർവതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അവർ രണ്ടുപേരും ഒഫീഷ്യൽ യൂട്യൂബ് വ്ളോഗേഴ്സ് ആയതുകൊണ്ട് അവരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പേജ് അക്കൗണ്ട് തുടങ്ങാനൊക്കെ. സോ അവരുടെ വീട്ടിൽ പോയി അവർ എക്സ്പെക്ട് ചെയ്തില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ എന്താ പറയുക, കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സ് ആണെങ്കിലും ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് തോന്നിയില്ല അവർ പോകുവാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പുതിയ വീട്ടിലോട്ട് പോയി അവരെ കാണാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവർ മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയൊരു പെയിൻ ഉണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സെറീന ചോദിച്ചറിഞ്ഞ് എനിക്ക് ഉണ്ടാക്കി തന്നത്. സോ എന്താ, അവർ കൃത്യമായി പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാക്കിങ് എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കൂടെ എന്താ ഞങ്ങൾക്ക് അത്ര പണിയൊന്നുമില്ല. അങ്ങനെ എനിക്കറിയില്ല സെറീന ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് കപ്പ ഇഷ്ടമാണെന്നുള്ളത്. അങ്ങനെ കപ്പക്കറി എസ്പെഷ്യലി എനിക്ക് മറ്റേ ചിക്കൻ ഫ്രൈ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് റെസിപ്പി ചോദിക്കും കൂടെ ചെയ്തു. എന്താ അപ്പോൾ വീട്ടിലുള്ള മസാല വെച്ചാൽ ഉണ്ടാക്കിയെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു സ്പെഷ്യൽ സാധനം കൂടെ എൻ്റെ അകത്തുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഡോണച്ചേട്ടൻ തൻ്റെ പുതിയ 17 Pro Maxൽ എന്നെ വെച്ച് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇടയിലാണ് അതെ നമ്മുടെ പാർവതി എൻട്രി ആവുന്നതും. കുറേ നാളായി പാർവതിക്ക് ഇതൊന്ന് കൊട്ടിയിട്ട്, അപ്പം ഞാനത് കൊട്ടു കൊടുത്തതാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു കൊട്ടപ്പുച്ഛം അവരുടെ മുഖത്തുണ്ട്. അതെന്നെ കാണുമ്പോൾ അങ്ങനെയുള്ളതാണ്. സോ അവരോടൊക്കെ ബൈ പറഞ്ഞു. ഡോണ തന്നെയാണ് എന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ. സോ കൂടുതൽ ഇമോഷണലായിട്ട് പറയുന്നുമില്ല, ബോറടിപ്പിക്കുന്നുമില്ല. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.